1990 പുറത്തിറങ്ങിയ ഇൻ ഹരിഹർ നഗറിന്റെ രണ്ടാം ഭാഗമാണ് ടു ഹരിഹർ നഗർ. മുകേഷ്, ജഗദീഷ്, അശോകൻ, സിദ്ദിഖ് എന്നിവർ തന്നെയാണ് ഹരിഹർ നഗറിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സംവിധായകൻ ലാൽ, നടൻ മുകേഷ് എന്നിവർ നമ്മോടൊപ്പം ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. 18 വർഷങ്ങൾക്ക് ശേഷമുള്ള ലാല്, 18 വർഷങ്ങൾക്ക് ശേഷമുള്ള മുകേഷ്, പുതിയൊരു അനുഭവം അല്ലെ? ജീവിതത്തിൽ എത്ര വർഷങ്ങൾ ഉണ്ട്? എങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്? ഒരു ഇൻ ഹരിഹർ നഗറിലേക്ക് ഇത് ഞാൻ കുറെ കാലമായിട്ട് സംവിധാനവും കാര്യങ്ങളൊക്കെ നിർത്തി, പ്രൊഡക്ഷൻ, പിന്നെ അഭിനയം അഭിനയത്തിലേക്ക് വന്നപ്പോഴേ അഭിനയത്തിന് സുഖം മനസ്സിലാക്കിയത്. ഇവരൊക്കെ അഭിനയം കഷ്ടപ്പാട് ഒരു പ്രശ്നമില്ല. ഷോട്ടിൽ വരിക, അത് കഴിഞ്ഞ് സ്വതന്ത്രമായിട്ട് പോയിരിക്കുക, അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ഡബ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ. അപ്പൊ അങ്ങനെ സുഖിച്ച് പോകുന്നൊരു ടൈമായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് കുറച്ചു കാലത്ത് ഒരു വർഷത്തോളം ഈ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തിവെച്ചു. ഇൻഡസ്ട്രിയൊക്കെ ഇത്തിരി കുഴപ്പത്തിലായിരുന്നു. സിനിമ മൊത്തത്തിലൊരു മാന്യത ഉണ്ടായിരുന്നു ഒരു ചെറിയ പീരീഡ്. അതിനുശേഷം അപ്പൊ ഞാൻ എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ സ്റ്റാഫുണ്ട്, ഓൾ കേരള ഓഫീസുകളുണ്ട്. അപ്പൊ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് ഒരു പടം ചെയ്തേ തീരൂ എന്നുള്ള അവസ്ഥ വന്നപ്പോ ഞാൻ വീണ്ടും സിനിമ എടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാനുമായിട്ട് അടുപ്പമുള്ള ബന്ധമുള്ള അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള ആ ഒരു വേവ് ലെങ്ത്തിലുള്ള എല്ലാ ഡയറക്ടേഴ്സും ഒക്കെ അവരൊക്കെ 4 കൊല്ലത്തേക്കൊക്കെ ബുക്കായി കഴിഞ്ഞിരിക്കുന്നു. തിരക്കഥ എഴുതുന്നവരൊക്കെ സിനിമ എടുത്ത് തീരൂ എന്ന് പറഞ്ഞ അവസ്ഥ വരുന്നു. അപ്പോഴാണ് ഞാൻ തന്നെ എഴുതാമെന്ന് തീരുമാനിച്ചത്. ആരെങ്കിലും കൂടെ സംവിധാനം ചെയ്യിക്കാന്ന് ആദ്യം ആലോചിച്ചു. അപ്പൊ സംവിധാനം കിട്ടാനില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പോ ശരിക്കും നടന്മാരെ കിട്ടാനും ബുദ്ധിമുട്ടുണ്ട് സമയത്ത്. കാരണം എല്ലാവരും ഒരുപാട് കാലത്തേക്ക് ബുക്കിംഗാണ്. ഞാനിങ്ങനെ മുകേഷ് ഹരിഹർ നഗർ എന്ന അല്ലെങ്കിൽ രണ്ടാം ഭാഗം അങ്ങനെ ചിന്ത ഉണ്ടായിട്ടില്ല. ഈ കഥ പെട്ടെന്ന് വന്നതാണോ? എങ്ങനെയാണ് ഇത് കഥ വന്നതിന്റെ ഒരു സാഹചര്യം പറഞ്ഞ രസമാണ്. ഞാൻ ഇവിടെ എറണാകുളത്ത് സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് എന്റെ കുറച്ച് സുഹൃത്തുക്കളെ കൂടിയിട്ട് ഈ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുറെ കൂട്ടുകാരെ കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഒരു ക്ലബ്ബ് ഉണ്ടാക്കി, അഗസ്റ്റിൻസ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഈ ക്ലബിന്റെ വേണ്ടിയിട്ട് പലരും പല സ്ഥലത്ത്, അമേരിക്കയിലാണ്, കുറെ പേര് ദുബായിലാണ്, ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലുണ്ട്. ഇവരൊക്കെ വിളിച്ചു വരുത്തിയപ്പോൾ ഇവരൊക്കെ ഞാനൊക്കെ ചെറുപ്പക്കാരനാണെന്ന് വിചാരിച്ചിരുന്നത്, നമ്മുടെ മനസ്സുകൊണ്ട് ചെറുപ്പമാണെന്ന് ധരിച്ചിരുന്നപ്പോ അന്നത്തെ ദിവസം വന്ന് ഇറങ്ങുന്നത് കുറെ വയസ്സായ ആളുകളാ, കഷണ്ടിയുള്ള ആളുകൾ, നരച്ച ആളുകൾ. ഇവർ വന്നിട്ട് ഹലോ ഹായോ ലാൽ ആവശ്യമൊക്കെ ഇട്ടും കൊണ്ട് വേറൊരു സ്റ്റൈലാ. ഇവരുടെ ഫേസ് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അന്നത്തെ വേറെ ആളുകളായിരിക്കുന്നു. അവർ വേറെ ഒരു ആംബിയൻസിൽ ജീവിച്ചപ്പോ ഒക്കെ അവരൊക്കെ മാറിയിരിക്കുന്നു. പക്ഷെ ഇവരൊരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോ ഒന്നിച്ച് ഇടപഴകി കഴിഞ്ഞപ്പോ എടാ തെണ്ടി പട്ടി എന്നൊക്കെ വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ നമുക്ക് ഒരു പഴയ മുഖങ്ങൾ ഓർമ്മ വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഇതൊരു ഒരു തീമാണെന്ന് തോന്നിയിട്ട് അതിൽ നിന്ന് ആലോചിച്ചു. അപ്പൊ അത് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രങ്ങൾ ഇത്രയും വർഷത്തിന് ശേഷം അവർ വീണ്ടും കുറച്ച് മെച്യൂർഡായിട്ടുള്ള ഒരു ഭാര്യമാരായി, കുട്ടികളായി ഇവരൊക്കെ തിരിച്ചു വന്ന് ചേരുമ്പോൾ ഇവർ വീണ്ടും ആ പഴയ ചെറുപ്പത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുന്ന ഒരു ചിന്തയ്ക്ക് ഏറ്റവും നല്ലത് ഹരിഹർ നഗറാണെന്ന് തോന്നി. ഹരിഹർ നഗറിന്റെ ആ നായകന് ഇപ്പോഴുള്ളൊരു നായകനിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രായം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? 18 എന്തായാലും മുകേഷിന്റെ പ്രായം, അന്നത്തെ പ്രായം ചോദിച്ചാൽ ഇന്നത്തെ പ്രായം മനസ്സിലാവും. ആ മാറ്റം എങ്ങനെയാണ് ഫീൽ ചെയ്തത് മുകേഷ്? അല്ല, ഇത് ഹരിഹർ നഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ലാല് പറഞ്ഞ എല്ലാവരും ഭയങ്കര ബിസിയൊക്കെയാണ്. പക്ഷേ ഹരിഹർ നഗർ സെക്കൻഡ് പാർട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 4 പേര് ഒരേപോലെ ഈ പടം വിജയിക്കുകയോ പരാജയപ്പെടുകയോ അത് പിന്നത്തെ കാര്യം. ആ 90-ലുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നെയും ഒരു 10, 35, 40 ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു ക്യാമ്പില് അങ്ങനെ ഒരു 40 ദിവസം ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ത്രില്ലായിരുന്നു. മുകേഷിന്റെ നല്ലൊരു കാലഘട്ടത്തിലായിരുന്നു ഇൻ ഹരിഹർ നഗർ വന്നത് അല്ലെ? ഒരു കരിയറിൽ തന്നെ മുകേഷ് ടീം ലീഡർ ആയിക്കൊണ്ടുള്ള ഒരു സംഘത്തെ എല്ലാ സിനിമകളിലും അവതരിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു നല്ല കാലഘട്ടമായിരുന്നു. അതെ, അത് റാംജി റാവു കഴിഞ്ഞിട്ട് റാംജി റാവു ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കഥ എല്ലാ സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആൾക്കാർ തന്നെ വേണമെന്നില്ല സിനിമ ഓടാൻ. കഥ, ട്രീറ്റ്മെന്റ്, അതിന്റെ ഒരു ഭയങ്കര ഒരു ആദ്യത്തെ ബോംബ് പൊട്ടിയത് റാംജി റാവു ആണ്. അപ്പൊ നെക്സ്റ്റ് ഇയർ ആണ് ഇത് വന്നത്. ഇതും കൂടെ
ഇൻഹരിഹർ നഗർ തന്നെയാണോ ഇഷ്ടപ്പെട്ട ഒരു സിനിമ? ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ന് ഒരു തുടർച്ചയെടുക്കാനുള്ള തോന്നലുണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ട കുഞ്ഞിനെ? അതുകൊണ്ടല്ല, എനിക്ക് എന്റെ എല്ലാ സിനിമകളും ഇഷ്ടപ്പെട്ട സിനിമകൾ തന്നെയാണ്. ഈ സിനിമ പോലെ തന്നെയാണ് എന്റെ എല്ലാ സിനിമകളും. അത് സത്യസന്ധമായിട്ട് പറയുന്നത്, എല്ലാവരും പറയുന്ന പോലെയല്ല. എല്ലാ സിനിമകളും അതാത് കാലഘട്ടത്തിൽ അന്നന്ന് റാംജിറാവു എടുത്ത സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ റാംജിറാവു ആയിരുന്നു. പക്ഷെ ഹരിഹർ നഗർ എടുത്ത സമയത്ത് എനിക്ക് റാംജിറാവു അല്ല ഇഷ്ടപ്പെട്ട സിനിമ, എനിക്ക് ഹരിഹർ നഗറായിരുന്നു. ഇപ്പോ ഈ ഹരിഹർ നഗർ 2 എടുക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഹരിഹർ നഗർ 1 അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ, എനിക്ക് ഹരിഹർ നഗർ 2 ആണ്. ഒരാൾ മിസ് ചെയ്യുന്നുണ്ടോ? സിദ്ദിഖിനെ. സിദ്ദിഖായിരുന്നു ആദ്യ ചിത്രത്തിൽ. രണ്ടുപേരും. അതെ. അപ്പൊ സിദ്ദിഖിന് വേറൊരു സിനിമ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്, ബോഡി ഗാർഡ് എന്ന് പറയുന്ന ചിത്രം. അപ്പൊ ലാല് കഥാതിരക്ക സംഭാഷണം സംവിധാനം ഒറ്റയ്ക്കും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പരീക്ഷണം കൂടെ ആയിരുന്നു. കഥ, തിരക്കഥ, സംവിധാനം, സംഭാഷണം, നിർമ്മാണം, വിതരണം. ഈ ഗാനങ്ങൾ, ക്യാമറ, ഗാനങ്ങൾ, മ്യൂസിക്കിന്റെ അനിയനായിരുന്നു. കാശ് വേറെ വീട്ടിൽ പോകണ്ട എന്ന് വിചാരിച്ചിട്ട്. ഒരു കുടുംബ ഇത്ര ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് പ്രതികരണം? വളരെ നല്ല പ്രതികരണം. വളരെ നല്ല പ്രതികരണം എന്നല്ല, ഞാൻ ആഗ്രഹിച്ചിരുന്ന വിജയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു സ്വപ്നം കണ്ടിരുന്ന ഒരു വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് ഇത്രയും ആവേശത്തോടു കൂടി എന്റെ കരിയറിൽ ഒരുപാട് ഹിറ്റും സൂപ്പർ ഹിറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിനകത്തൊരു ഒരു ഡേഞ്ചറസ് ആസ്പെക്ട് ഉണ്ടായിരുന്നു. അതായത് 18 കൊല്ലത്തിന് ശേഷം ഒരുപക്ഷെ ഇതൊരു എന്താ പറയുന്നത് റെക്കോർഡായിരിക്കും. ആരും ലോകത്ത് 18 വർഷത്തിന് ശേഷം അതേ കഥാപാത്രം ഈ 4 പേര് വിത്ത് ലാല്, അതിന്റെ ക്യാമറമാൻ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഇതേ സെറ്റപ്പിലുള്ള ഇതേ ജനസിലുള്ള ഒരു സിനിമ വിജയകരമായിട്ട് ചെയ്ത് കാണാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. ഇനി വല്ല സ്പെയിനിൽ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ നായകന്മാർക്ക് വയസ്സായില്ല എന്നാണോ, അതോ ഇവരുടെ ആരുടെയെങ്കിലും ഒരാളുടെ കാലം കഴിഞ്ഞിടെ എന്ന് മനസ്സിൽ തോന്നിയിരുന്നു ഇവരെ? ഇല്ലില്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ഷൂട്ടിങ്ങിന് ആദ്യ ദിവസം വന്നിരുന്നതിനേക്കാൾ 10-15 വയസ്സ് ഇവർക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഷൂട്ടിംഗ് പാക്കപ്പ് ആകുന്ന ദിവസം എനിക്ക് തോന്നുന്നു 2ാം ഭാഗവും 3ാം ഭാഗവും ഒക്കെ എടുത്താൽ ഇവരൊക്കെ ഞാൻ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. വളരെ നന്ദി ഷിലാലൊപ്പം തന്നെ മുകേഷ് എല്ലാ ഭാവങ്ങളും ഉപയോഗിക്കപ്പെടുന്ന ചിത്രത്തിനും.